ഹലോ ഫ്രണ്ട്സ്, സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നോർമലി നിങ്ങൾ ആരെയും ചേട്ടാ പ്രീസസ് ഉണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് നോ, ഡോണ്ട് യൂസ് പ്രീസസ്. കാരണം നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് വളരില്ല, നിങ്ങൾ പ്രീസസ് ഒതുക്കി കൂടും. പ്രീസസ് വേണമെങ്കിൽ തന്നെ പ്രീസസ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നോക്കി അതുപോലത്തെ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എഡിറ്റിംഗ് സ്കിൽസ് കിട്ടും എന്നാണ് നോർമലി ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാറ്. പക്ഷേ എത്ര പ്രീസെറ്റ്സ് ഉണ്ടെങ്കിലും എത്ര സെറ്റപ്പായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ വളരെ പാടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഴയ കാലത്തെ ഫിലിം സിമുലേഷൻസ്, ഇപ്പോൾ കൊഡാക്കിൻ്റെയോ ഫ്യൂജി ഫിലിമിൻ്റെ ഒക്കെയോ പഴയ കാലത്തെ ആ ഫിലിം സ്റ്റോക്ക് ആയിട്ടുള്ള ആ സിമുലേഷൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ പാടാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. കൂടുതലൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു ബിഗിനറിന് വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലഗിൻ. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഡീഹാൻസർ. ഡീഹാൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളെന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളുടെ ഡാമേജ് റിസോൾഡിലും പ്രീമിയർ പ്രോയിലും ഒക്കെ ഈ ഫിലിമിക് സിമുലേഷൻസ്, കൊഡാക്കിൻ്റെ ഒക്കെ പഴയ കളർ പ്രൊഫൈൽസ് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു വീഡിയോ സെൻട്രിക് സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഫോട്ടോഗ്രാഫി രംഗത്തേക്കും, ഇപ്പം എന്നല്ല ഞാൻ വീണ്ടും പറയണം, കുറേ നാളുകളായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്തേക്കും സാധനം വന്നിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഈവൻ ദോ ഞാൻ ഇതിനൊക്കെ വളരെ പെട്ടെന്ന് എതിരാണെങ്കിലും, കാരണം എഡിറ്റിംഗ് നമുക്ക് പഠിക്കാനുള്ള സാധ്യതകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിലും, പക്ഷേ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ആ ഫൈനൽ ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് ഒരു ഫിലിം കൺവേർഷൻ നടത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പ്, അതാണ് ഡീഹാൻസർ. സോ നമുക്ക് 3 ഫോട്ടോസ് വളരെ ക്വിക്കായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആൾക്കാരെ ഇങ്ങ് പോരെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഫോട്ടോ ഇതാണ് സംഭവം. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഓട്ടോ സെറ്റിങ്സ് ചെയ്യാൻ ലൈറ്റ് റൂമിൽ ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ ക്രോപ്പ് ചെയ്തു, ഓട്ടോ കൊടുത്തു, ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്. കുറച്ച് എക്സ്പോഷർ ഞാൻ കുറച്ചുകൂടി ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, നമുക്ക് ഡീഹാൻസറിലേക്ക് പോവാം. സോ ഡീഹാൻസർ എസെൻഷ്യലി ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, അഫിനിറ്റി ഫോട്ടോ തുടങ്ങിയ സോഫ്റ്റ്വെയർക്ക് ഒരു പ്ലഗിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ലൈറ്റ് റൂമിൻ്റെ കേസ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് നേരെ പോയിട്ട് എഡിറ്റിംഗ് ഡീഹാൻസർ ലൈറ്റ് റൂം പ്ലഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരും. ടിഫ്, sRGB ഇതൊക്കെ തന്നെയാണ് നോർമലി നമ്മൾ വരിക. sRGB സെലക്ട് ചെയ്യാൻ ഓർക്കുക, കാരണം എന്നാലേ ആ ഒരു കളർ മാച്ച് ആവുള്ളൂ. സോ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് പ്ലഗിനാണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിലിംസ്, പ്രീസെറ്റ്സ് എന്നുള്ള 2 കാര്യങ്ങൾ കാണും. കണ്ടോ? അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് പ്രീസെറ്റ്സുകളുണ്ട്, ഒരുപാട് ഫിലിം സിമുലേഷൻസും ഉണ്ട്. ഇപ്പം അഡോക്സ് കളർ, AG, ഇത് പലതിൻ്റെയും സത്യം പറഞ്ഞാൽ എനിക്ക് പേരറിയത്തില്ല, കാണാൻ ഇഷ്ടമുള്ള നോക്കില്ല. ഇതിന് സിനിസ്റ്റിൽ 800 കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് ഓരോന്നിനും ഓരോ ലുക്കാണ്. സൈഡിൽ നമ്മുടെ ഫോട്ടോയുടെ പ്രിവ്യൂ വെച്ചാൽ നമ്മൾ റൂഹം വെച്ച് കളിക്കേണ്ട ലൈറ്റ് റൂമിലെ പ്രീസെറ്റ്സ് പോലെ. സോ ഇറ്റ്സ് ഗുഡ്. ഇതിന് ഒരുപാട് തരത്തിലുണ്ട്. കൊഡാക്ക് ഉണ്ട്, ഫ്യൂജി ഫിലിം ഉണ്ട്, പിന്നെ അങ്ങനെ കോണിക്കയുടെ പഴയ കോണിക്കുണ്ട്, ലോമോക്രോം ഉണ്ട്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. കണ്ടില്ല, ഇത്രയും ഫിലിം സിമുലേഷൻസ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ പാട്ടം നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീസെറ്റ്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള പ്രീസെറ്റ്സ് ഉണ്ട്. കളറ് നമുക്കത് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സെറ്റപ്പുകളാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഫിലിം സിമുലേഷൻ ഇട്ടിട്ട് ഇപ്പോൾ ഈ ഒരു ലുക്ക് വന്നു, നമ്മൾ പ്രീസെസ്സിൽ പോയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ക്രിസ്റ്റി ടോംസ് എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിൻ്റെ അകത്തിടാം. നമുക്കിഷ്ടമുള്ള പേരും കൊടുക്കാം. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. സോ AGFA നമ്മൾ ഇടുന്നില്ല, നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. സോ ഫ്യൂജി റീൽസ് 500 നമുക്ക് ഫ്യൂജി ഫിലിം FP100C, ഫ്യൂജി കളർ സുപ്പീരിയർ. കാണാൻ നല്ല എല്ലാം ഭയങ്കര രസമാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലിറ്ററലി നിങ്ങളുടെ ഫോട്ടോയെ ഡാമേജ് ചെയ്യുന്നില്ല. വളരെ വളരെ നല്ല രസമുള്ള പല കളർ പ്രൊഫൈൽസ് പോലത്തെ സിമുലേഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പ്രീസെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അഡോക്സ് കളർ ഇമ്പൾഷൻ 100 ഉണ്ട്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഭയങ്കര ഇഷ്ടം. അഡോക്സ് കളർ ഇമ്പൾഷൻ 100 ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഈ ഒരു സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ നോക്കിയറിയാൻ കൂടെ കുറേ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. സോഴ്സ്, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്സ്പോഷർ, കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. കളർ ഡീഫ്രിഞ്ചിങ് ഒക്കെ നമുക്ക് മാറ്റാനും കൂട്ടാനും പറ്റും. ആൻഡ് ഫിലിം ഡെവലപ്പർ ഉണ്ട്. നമുക്ക് ആ ഒരു ഫിലിമിക് ലുക്ക് കുറച്ചുകൂടെ കോൺട്രാസ്റ്റും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. ഫിലിം കംപ്രഷൻ ഉണ്ട്, എക്സ്പാൻഡ് ഉണ്ട്, പ്രിൻ്റ് ഉണ്ട്. പ്രിന്റിന്റെ ലുക്ക് വരാൻ വേണ്ടി നമുക്ക് ഇതുണ്ടോ, കൊഡാക്ക് എൻഡ്യൂറ ഗ്ലോസി പേപ്പർ, സീനോൺ ഫിലിം ലോഗ്, കണ്ട കൊഡാക്ക് 2358 പ്രിന്റ് ഫിലിം, ഇങ്ങനെ പലതും.
അപ്പോൾ നമുക്കതൊക്കെ വേണമെങ്കിൽ ഓഫ് ആക്കാം, ഓൺ ആക്കാം. സോ ഗിവ്സ് യു ദാറ്റ് യുണീക്ക് ലുക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിലിം ഗ്രെയിൻ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഗ്രെയിൻ, അത് നമുക്ക് വേണേൽ കുറയ്ക്കാൻ കണ്ടോ. ഇതങ്ങ് പോയി കഴിഞ്ഞാൽ തന്നെ കണ്ടില്ല ആ ഒരു ഫിലിമി ഗ്രെയിന് പഴയ കാലത്തുണ്ടായിരുന്ന. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് സെറ്റപ്പ് ആക്കാൻ നോക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ വളരെ കുറച്ച് ഗ്രെയിൻ ഇടുന്നുള്ളൂ. പിന്നെ ഹെലേഷൻ എന്താ സാധനം? ഹെലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാക്കി കാണുന്ന ഈ യെല്ലോ ലൈറ്റ് ഇല്ലേ, എൻ്റെ ചുറ്റും കാണുന്ന ചെറിയ റെഡ് പോലത്തെ സാധനമില്ലേ, അതാണ് ആ ഒരു പഴയ കാലത്തെ സിനിമ നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമായിരുന്നു. അതിപ്പോൾ ഞാൻ ഡാവിഞ്ചി റിസോൾട്ടിൽ ഇട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് ഹെലേഷൻ സാധാരണ ഹൈലൈറ്റ്സിൻ്റെ ചുറ്റുമാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സോഴ്സൊക്കെ നമ്മൾ നന്നായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഈവൻ ഹെലേഷൻ ഇപ്പോൾ ഹെലേഷൻ തന്നെ നമുക്ക് പല തരത്തിലുള്ള പ്രീസെസ് ഇവിടെ ഉണ്ട്. 8mm സൂപ്പർ 8 ഇങ്ങനെയുള്ള പല ഫിലിമിൻ്റെ ലുക്കുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പം ഹെലേഷൻ്റെ അകത്ത് നമ്മളിപ്പം ഏറ്റവും വലിയ 8mm ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ട ഹെലേഷൻ വന്നത് കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെലേഷൻസ് ഇഷ്ടമുള്ളവരെ ഇടാം. ആൻഡ് ബ്ലൂം, ആ ഒരു ഗ്ലോ, ദാറ്റ്സ് സോ ഗുഡ്. ഇതുണ്ടല്ലേ, നിങ്ങൾ ഈ ഇലയില്ലേ, ഈ ഓട്ടം ഇലകളില്ലേ, ആ ഓട്ടം ഇലകളിൽ നോക്കിക്കേ. സോ ഇവിടെ ബ്ലൂം ഉണ്ട്, കണ്ട. നമുക്കത് കസ്റ്റം ഇടാം. 65 അല്ലെങ്കിൽ അങ്ങനെ 65, 35 ഇങ്ങനെ കൂടി 8mm കുറേ കൂടെ ഗ്ലോ കൂടി നമുക്കത് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇത് മാറ്റിയിട്ട് കസ്റ്റം ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒരു ചെറിയ മാസ്ക് മോഡുണ്ട്. മാസ്ക് മോഡ് ഓടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഈ ബ്ലൂം വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ ലൈറ്റായിട്ടാണ് വരുന്നത്. നമുക്കത് എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഓൾ ഗുഡ്. മാസ്ക് മോഡ് ഓഫ് ആക്കുവാണ്. ഇപ്പം നമുക്ക് ഒരു 35mm ഇടാം. ആൻഡ് പിന്നെ ഫിലിം ഡാമേജ്, ഓവർ സ്കാന്, വെനിയാറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഫോട്ടോയിൽ പേഴ്സണലി ചെയ്യാൻ പോകുന്ന കുറച്ചൊന്നൊരു എക്സ്പോഷർ കൂട്ടി കുറച്ച് കൂടെ ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് വാമാക്കി. ലുക്സ് ഗുഡ്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ബാക്ക് അടിച്ച് നമ്മുടെ ലൈറ്റ് റൂമിലേക്ക് പോകും. ഇത് അമീബിയ. ഓക്കെ, ലൈറ്റ് റൂമിലേക്ക് പോകും. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫോട്ടോ ഹിയർ. അപ്പോൾ നമുക്ക് ഒത്തിരി പല രീതിയിലുണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ ഇപ്പോൾ ഈ ഫോട്ടോയും നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത ഫോട്ടോയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിന് RA സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സാധനം ഇടുന്നു. സോ ലുക്ക് അറ്റ് ആ മാസീവ് ഡിഫറൻസ് കണ്ടോ. ആൻഡ് ഇതൊരു യുണീക്ക് ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഫോട്ടോയിലേക്ക് പോവാം. ആൻഡ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫോട്ടോ. ഈ ഒരു സാധനം ഇപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓട്ടോ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എഡിറ്റ് ഇൻ അഡോബ് ഡീഹാൻസർ ലൈറ്റ് റൂം പ്ലഗിൻ എന്നുള്ള ഒരു സാധനത്തിലേക്ക് പോകാം. ആൻഡ് ഇത് വളരെ ക്വിക്കാണ്, വളരെ പെട്ടെന്ന് നിങ്ങളുടെ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് നമുക്ക് ലാസ്റ്റ് എഡിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒറിജിനൽ ഇട്ട് കൊടുക്കാം. ആൻഡ് എനിക്ക് വീണ്ടും അഡോക്സ് കളർ ഇമ്പൾഷൻ വളരെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ AGFA അതും ഭയങ്കര രസമായിട്ട് തോന്നി. വീണ്ടും നമുക്ക് ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നി. ആൻഡ് ആസ്ട്രം കളർ നെഗറ്റീവ്, ഇറ്റ്സ് ലുക്സ് കൂൾ. ഓട്ടത്തിൻ്റെ പഞ്ച്, നമുക്ക് പഴയ ഫിലിമിക് ലുക്ക്, ഇത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ അഡോക്സ് കളർ തന്നെ ഇടുകയാണ്. ആൻഡ് ഐ എം ഗോയിങ് ടു റെഡ്യൂസ് ദ ഫിലിം ഗ്രെയിൻ ബിക്കോസ് എനിക്ക് അത്രയും ഗ്രെയിൻ ഇഷ്ടമില്ല പേഴ്സണലി. ഇറ്റ്സ് നോട്ട് മൈ ചോയ്സ്. ആൻഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റിംഗ് കഴിഞ്ഞു. നമുക്ക് രണ്ട് ഫോട്ടോയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളിതൊന്ന് ചെയ്ത് പറഞ്ഞാൽ ലൈറ്റ് റൂമിൽ കുറേ സമയം എടുക്കും. പക്ഷേ രണ്ടും ട്രൈ ചെയ്യുന്ന വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ നോക്കാം. ഈ ഒരു ഫോട്ടോ സിംഗിൾ ഫോട്ടോയിലേക്ക് മാറി ഓട്ടോ കൊടുക്കുന്നു. ഓക്കെ, എഡിറ്റിൻ ഇവിടെ കളർ മാറ്റി അഡോബ് ലാൻഡ്സ്കേപ്പ് ഇടുന്നു. അപ്പോൾ തന്നെ കളർ പഞ്ചായി. കുറേ ഓട്ടം ഇലകളാണ്, കൂടുതലൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോയി വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ്. എന്തിന്? നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്യാൻ വീണ്ടും. ഓക്കെ, ആൻഡ് സോ വാവ്, കൊള്ളാം. ഇത് കുറേ കൂടെ രസമുണ്ട്. വാവ്, പഞ്ചിങ് കളേഴ്സ്. നമുക്ക് വേറെ ഒരു നോക്കട്ടെ. അത് ഭയങ്കര ബ്ലൂമാണ്. നമുക്കപ്പോൾ ആ ബ്ലൂം കൂടുതലാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഫിലിം ഗ്രെയിനും നമുക്ക് ആ ഒരു സെറ്റപ്പ് ഇത് കൂടുതലാണെങ്കിൽ നമുക്കിവിടെ ബ്ലൂം പതുക്കെ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സാധനം തിരിച്ചു വരുന്നുണ്ടോ. ആൻഡ് നമുക്ക് വളരെ ചെറിയൊരു ബ്ലൂം ഇട്ട് കൊടുക്കും. 65mm ലൈറ്റ് ഒരു ബ്ലൂം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 16mm ബ്ലൂം ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ അവർ ഫോട്ടോ. ഇതാണ് നമ്മുടെ ഡീഹാൻസറിലെ സംഭവം. ഇതാണ് നമ്മളുടെ ബേസിക് എഡിറ്റർ. സോ സൂപ്പർ സാധനമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി എൻ്റെ ഒരു സംഭവം. എൻ്റെ ഇനി ഒരുപാട് ഫോട്ടോസ് ആൻഡ് ഇതുണ്ട് എന്നതുള്ളത് കൊണ്ട് ഞാനിവിടെ ഈ പരിപാടി നിർത്തുമല്ല. ഇതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യും. എൻ്റെ സ്വഭാവം ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യും. ഞാൻ അതുപോലത്തെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ നോക്കും ലൈറ്റ് റൂമിൽ. പേഴ്സണലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സെറ്റപ്പായിട്ട് ലാബ് ട്രയലൊക്കെ ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളത്ര സെറ്റപ്പായിട്ട് ചെയ്തിട്ടില്ല. നമുക്കത്ര സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓരോ ഫോട്ടോയ്ക്കും നമ്മൾ കൊണ്ടുപോകുന്ന പ്രീസെറ്റ്സിന് വ്യത്യാസം വരും. പക്ഷേ ഇത് ആ സിമുലേഷൻസ് നമുക്ക് ഡയലിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള അടിപൊളി ഓപ്ഷൻസ് ഉണ്ട്. സോ
ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്ന നമ്പറേ ബൈ, ടേക്ക് കെയർ ആൻഡ് പീസ്.